എറണാകുളം മണ്ഡലത്തിൽ ഹൈബിയിടൻ മത്സരിക്കുന്നു. കെ.വി. തോമസിനെ പിന്തള്ളിക്കൊണ്ടാണ് ഹൈബിയിടന്റെ പേര് മുന്നേക്ക് വെച്ചത്. എറണാകുളം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും അദ്ദേഹത്തിന്റെ അണികളും എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. വളരെ നല്ലൊരു വ്യക്തിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്നുവെച്ചാൽ എല്ലാവരുമായിട്ട് ഇടപഴകാനും സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ്. നമുക്കൊരു നേതാവാണെന്നുള്ളൊരു ഫീലിംഗ് തോന്നാറില്ല പുള്ളിനെ പറ്റി. നന്നായിട്ട് തന്നെ നല്ല അഭിപ്രായം തന്നെ. യുവാക്കൾ മുന്നിലേക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഒരു പ്രായം കഴിഞ്ഞാൽ മാറി നിൽക്കണമല്ലോ. യുവാക്കളാണല്ലോ ഇപ്പോൾ ഇനി മുന്നിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ പിന്നെ ഹൈബി നിൽക്കണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്താണേലും ഹൈബി നിൽക്കണം തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കെ.വി. തോമസിൻ്റെ ഇതറിയില്ല, ഹൈബി ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങൾക്കൊക്കെ താല്പര്യക്കുറവൊന്നുമില്ല, ഇഷ്ടമാണ്. നല്ലൊരു MLA ആയിരുന്നു. പുള്ളിയെന്നെ ഇവിടെ വിജയിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. ഹൈബിനെ പറ്റി എന്താന്ന് വെച്ചാൽ നല്ല അഭിപ്രായം തന്നെയാണ്. ഏതായാലും ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറയണമെങ്കിൽ നല്ല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ജനിച്ചു വളർന്ന മനുഷ്യനാണ്, പണ്ടേ മുതൽ നമുക്ക് പരിചയക്കാരനാണ്. എപ്പോഴും നല്ല കാര്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കണം അദ്ദേഹത്തെക്കുറിച്ച്. അങ്ങനെ തിരുത്തി പറയാൻ ഞാൻ ആളല്ല, കാരണം രണ്ട് മുഖം നമുക്ക് പരിചയക്കാർ തന്നെയാണ്. അത്യാവശ്യമുള്ള പാർട്ടികളെ രണ്ടുപേരും. ഏതായാലും ഈ ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നതിൽ കൂടുതൽ സന്തോഷം. ഹൈബീഡിനെ കുറിച്ച് നമ്മളുടെ അസോസിയേഷൻ്റെ പരിപാടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ക്ഷണ സ്വീകരിച്ചെത്തുന്ന മനുഷ്യനാണ്. വ്യക്തിപരമായിട്ട് നല്ല അഭിപ്രായമാണ് എനിക്ക്. അല്ലാതെ തന്നെയാണെങ്കിലും നല്ല അഭിപ്രായം തന്നെ പറയാനുള്ളൂ. യുവാക്കൾ കടന്നു വരുന്നതിനെ എങ്ങനെ നോക്കി കാണുന്നു? നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുള്ള ഒരു സന്തോഷം നമ്മൾ മനസ്സിൽ കരുതുന്നു. നല്ല നേതാവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. നമ്മളും പുള്ളിക്ക് നല്ല സപ്പോർട്ട് തന്നെ കൊടുക്കും. ഇനി അടുത്ത MP ആയിട്ട് പുള്ളി തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. യെസാനോടുള്ള എല്ലാവരും പുള്ളിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും പുള്ളിനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ യുവ നേതാവായ ഹൈബീഡൻ ജയിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാ വിധത്തിലും പ്രാർത്ഥിക്കും, എല്ലാവരും. കാരണം എല്ലാ കഴിവുകളും ഇപ്പോൾ പ്രളയം വന്നപ്പോഴത്തേക്ക് ധാരാളം ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്ത് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അത് ഇന്നലെ വൈകിട്ടും കെ.വി. തോമസിൻ്റെ പേരാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷമാണ് കുട്ടിയുടെ പേര് വന്നത്. കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഇവിടെ വരാറുമുണ്ട്, ഇവിടെ വല്ലപ്പോഴും കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. ജയിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അല്ല അങ്ങനെയല്ല. അദ്ദേഹം എന്ന് വെച്ചാൽ പ്രായാധിക്യമുള്ള മനുഷ്യരല്ലേ, കഴിവുകളെല്ലാം ഉണ്ടെങ്കിലേ പ്രായാധിക്യമുള്ള മനുഷ്യരല്ലേ. എപ്പോഴും ചെറുപ്പം പിള്ളേർ വരണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരെ കൊണ്ടാകുമ്പോൾ എല്ലാ വിധത്തിലും പ്രവർത്തിക്കാൻ കഴിവുണ്ട്. പിന്നെന്ന് വെച്ചാൽ പുള്ളി എല്ലാ വിധത്തിലും എന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിലൊക്കെ കാണില്ലേ, എല്ലാ ദിവസവും ഒരു പേജിലെങ്കിലും ഹൈബീഡൻ്റെ പേരുണ്ടാവും. വളരെ നല്ലൊരു വ്യക്തിയാണ്. കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ, എന്നാലും നല്ല പേപ്പറിനകത്തൊക്കെ പല കാര്യങ്ങളിലും കണ്ടു വായിച്ചിട്ടുണ്ട്. യുവാവെന്നുള്ള നിലയിൽ എല്ലാ കാര്യത്തിലും മുൻപ് നിന്ന് പ്രവർത്തിക്കാനൊക്കെ നല്ലൊരു വ്യക്തിയാണ്. അമ്മച്ചിക്ക് പറയാൻ നല്ല അഭിപ്രായമാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മോനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. തീർച്ചയായിട്ടും വിജയിക്കും. തീർച്ചയായും ഹൈബീഡൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി യുവാക്കളുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് ഏറെ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ എറണാകുളത്തുള്ളത്. തീർച്ചയായിട്ടും ഹൈബീഡൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഹൈബീഡൻ നല്ലൊരു വ്യക്തിയാണ്. ഹൈബീഡൻ തന്നെ ജയിക്കുമെന്നൊരു പ്രതീക്ഷ. ജയിക്കണം, എല്ലാം ശരിയാക്കി തരും. ഹൈബീഡൻ നിൽക്കണതിന് നല്ല അഭിപ്രായമാണ്. നല്ല ഇതാണ് ഹൈബീഡിനെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഏത് കാര്യവും ചെന്ന് പറഞ്ഞാലും പുള്ളി എല്ലാ കാര്യവും ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. ഇപ്പോൾ തോമസ് മാഷ് കുറേ സേവനത്തിലൂടെ മുന്നിട്ട് നിന്നെങ്കിലും ഇപ്പോൾ വളരെ പ്രായമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടെ യുവാക്കൾ മുന്നിട്ട് പറ്റിയെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു താല്പര്യം. ഹൈബീഡൻ MLA നമുക്ക് എല്ലാവർക്കും ഒരു സഹോദരനെ പോലെ തന്നെയാണ്. ഏത് പാതിരാത്രിയും കയറി ചെന്ന് എന്ത് വേണമെങ്കിലും നമ്മുടെ സഹായം ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രളയം കേസൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാത്തിനും വേണ്ടി നല്ലപോലെ പ്രവർത്തിച്ച് എല്ലാവർക്കും നല്ല സഹായങ്ങൾ എത്തിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു നേതാവെന്ന നിലയിലുപരി
ഒരു സഹോദരൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈബീഡൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ഈ യൂത്തിൻ്റെയൊക്കെ ചങ്കാണ്. ഈ 5 വർഷം കൊണ്ട് ഹൈബി ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളൊക്കെ കൊച്ചിയിലൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ എറണാകുളത്തിൻ്റെ സ്വന്തം നേതാവാണ് ഹൈബീഡൻ. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും. യൂത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. വേറൊന്നും പറയാനില്ല. ജയിപ്പിക്കാൻ നോക്കും. 100% നമ്മ ഹാർഡ് വർക്ക് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കും. നമ്മുടെ സ്വന്തം നേതാവാണ് ഹൈബീഡ് എന്ന് വെച്ചാൽ യൂത്തിന്റെ പൾസ് അറിയാവുന്ന നേതാവാണ്. ഈ പ്രളയ സമയത്തൊക്കെ ഹൈബീഡ് നല്ലോണം ഇറങ്ങി പ്രവർത്തിച്ചേച്ച് എല്ലാ ഫാമിലി യൂത്ത് എല്ലാ ഹൈബീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പാണ്. KV തോമസ് ആയിരുന്നു ഇവിടെ MP ആയിട്ടുണ്ടായിരുന്ന ആള്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സീറ്റ് നിശ്ചയിച്ചതിൽ വളരെ നഷ്ടമുണ്ട്. അതിനെന്താണ് പറയാനുള്ളത്? എന്ന് വെച്ചാൽ ഇപ്പോൾ യൂത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഹൈബീഡിനാണ് കൂടുതൽ അതിന് ഉത്തമമായിട്ടുള്ളതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഹൈബീഡ് തന്നെ യുവാക്കൾ കടന്നു തന്നെ നല്ല ഇതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ പല ആൾക്കാർക്കും നല്ല ഹെൽപ്പാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെന്ന് പറഞ്ഞാലും നമുക്ക് അതുപോലെ ചെയ്ത് ഞങ്ങളിവിടെ ക്ലബിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും ഹൈബീഡനാണ് മുൻകൈയെടുത്ത് ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നത്. ഇല്ല ഹൈബീഡൻ കയറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്നാലും യുവാക്കളുടെ ആഗ്രഹം. നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരെ ചെന്ന് പറയാനും എല്ലാത്തിനും പുള്ളിനോടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഹൈബീഡന് തന്നെയാണ് വിജയം എന്നാണ്. എറണാകുളത്ത് നിന്നും R. പിയൂഷ്, മറുനാടൻ TV.